2016 മുതൽ 2021 വരെ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് നടന്നത് 8 ഉപതെരഞ്ഞെടുപ്പുകളാണ്. 2018 മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF സ്ഥാനാർത്ഥിയായ KN ഖാദർ അന്ന് വേങ്ങരയിൽ വിജയിക്കുകയായിരുന്നു. ഈ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന അവസാന ഉപതെരഞ്ഞെടുപ്പ് 2019 നടന്ന എറണാകുളം ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ TJ വിനോദ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. 2017 വേങ്ങര മുതൽ 2019 എറണാകുളം വരെ ആകെ നടന്നത് 8 ഉപതെരഞ്ഞെടുപ്പുകൾ. 2018 ചെങ്ങന്നൂർ, 2019 മഞ്ചേശ്വരം, പാലാ, വട്ടിയൂർക്കാവ്, കോന്നി, അരൂർ, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ എറണാകുളം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഇതിൽ വേങ്ങര, മഞ്ചേശ്വരം, അരൂർ, എറണാകുളം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ UDF നേടിയപ്പോൾ ചെങ്ങന്നൂർ, പാലാ, വട്ടിയൂർക്കാവ്, കോന്നി എന്നീ മണ്ഡലങ്ങൾ LDF നേടി. 4-4 വീതം സമാസമം. ഇതിലെടുത്തു പറയേണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ പാലാ, വട്ടിയൂർക്കാവ്, കോന്നി, അതുപോലെ തന്നെ അരൂർ എന്നിവയായിരുന്നു. കാരണം ഈ 4 മണ്ഡലങ്ങളിലും സിറ്റിംഗ് മുന്നണിയെ പരാജയപ്പെടുത്തുകയായിരുന്നു. അതായത് പാലാ, വട്ടിയൂർക്കാവ്, കോന്നി എന്നീ മണ്ഡലങ്ങളിൽ UDF പ്രതിനിധികളായിരുന്നു MLA മാരായിരുന്നത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഈ 3 മണ്ഡലങ്ങളും LDF പിടിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ അരൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നത് ഇടതുപക്ഷ പ്രതിനിധിയായിരുന്നു. അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം UDF പിടിച്ചെടുത്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് തിരഞ്ഞെടുപ്പുകൾ നടന്ന 2 മണ്ഡലങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ അരൂർ. ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം UDF സ്വന്തമാക്കിയത് പോലെയാണ് അന്ന് അരൂർ മണ്ഡലം UDF പിടിച്ചെടുത്തത്. അരൂർ മണ്ഡലത്തിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന എറണാകുളം LDFൻ്റെ സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു എങ്കിലും അവിടെയും UDF ആയിരുന്നു വിജയിച്ചത്. ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ആഘോഷം തന്നെയായിരുന്നു അന്നും ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിച്ചതും. പ്രത്യേകിച്ചും UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ അരൂർ മണ്ഡലം LDFിൽ നിന്ന് പിടിച്ചെടുത്ത ആ സാഹചര്യത്തിൽ. എന്നാൽ അതേ സാഹചര്യം തന്നെയായിരുന്നു ഈ പറയുന്ന പാലാ, വട്ടിയൂർക്കാവ്, കോന്നി എന്നീ മണ്ഡലങ്ങളിലും സംഭവിച്ചത്. എന്നാൽ അതൊന്നും UDFനെ സംബന്ധിച്ച് ഒരു വിഷയമല്ലായിരുന്നു. LDFൻ്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു, ഇതായിരുന്നു അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച കാര്യം. എന്നാൽ UDFൻ്റെ 3 സീറ്റുകൾ LDF പിടിച്ചെടുത്തു എന്നുള്ളതിന് പ്രാധാന്യം ലഭിച്ചതുമില്ല. കാരണം കേരളം അന്നും ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്നുള്ളത് തന്നെ. പറഞ്ഞു വന്നത് ഇതേ സാഹചര്യം തന്നെയാണ് ഇന്ന്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇനി മുതൽ കേരളം ഭരിക്കുന്നത് LDFൻ്റെ കാവൽ മന്ത്രിസഭ എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ജനഹിതം എതിരായി എന്ന്. ഒന്നുകിൽ രാജിവെച്ച് പുറത്തു പോവുക, അല്ലെങ്കിൽ കാവൽ മന്ത്രിസഭയായി തുടരുക എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതിനർത്ഥം. 2019 അരൂർ നിയമസഭാ മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയപ്പോഴും UDF നേതാക്കളിൽ നിന്ന് ഉയർന്നത് ഇതേ തരത്തിലുള്ള ചില വാദങ്ങളായിരുന്നു. ജനവിരുദ്ധ സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതിയെന്നും ഇനി നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതായത് 2010 നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF അധികാരത്തിലെത്തും എന്നൊക്കെയായിരുന്നു അന്ന് ഈ പറഞ്ഞ UDF നേതാക്കന്മാർ മനക്കോട്ട കെട്ടിയത്. മനക്കോട്ട കെട്ടുക മാത്രമല്ല, അത് വിളിച്ചു പറയുകയും ചെയ്തു. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇപ്പോഴും ആവർത്തിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ LDF സർക്കാരിൻ്റെ ജനപ്രീതി നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായിരിക്കുകയാണെന്നും ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF അധികാരം പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ രസകരമായ പ്രസ്താവന നടത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AK ആൻ്റണിയും രമേശ് ചെന്നിത്തലയുമാണ്. കെയർ ടേക്കർ സർക്കാരായി ഇപ്പോൾ LDF സർക്കാർ മാറിക്കഴിഞ്ഞു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു 2019 അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചപ്പോഴും ഇരുവരും ഇവരുടെ കൂടെയുള്ള മറ്റ് നേതാക്കളുമൊക്കെ പറഞ്ഞത്. എന്തായാലും ഇതുവച്ച്, അതായത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുൻനിർത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങളുടെ സ്വാധീനത്തിലാക്കുവാൻ UDFന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയാണോ? ഈ 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മിന്നും വിജയമെന്നൊക്കെ UDF കേന്ദ്രങ്ങൾ പറയുമ്പോൾ ഈ 2 ചോദ്യങ്ങൾക്ക് കൃത്യമായും ഉത്തരങ്ങൾ നമുക്ക് കിട്ടുക തന്നെ വേണം. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ എന്തോ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നും കേരളം ഭരിക്കുന്ന
ഇടതുപക്ഷ സർക്കാരിന് ഭരണത്തിൽ തുടരാനുള്ള അവകാശം, അതായത് ധാർമ്മിക ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെയുമാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. 2-3 ദിവസം ഈ ഒരു ചൂണ്ടിക്കാട്ടൽ കാണും. എന്നാലും കോൺഗ്രസ് നേതാക്കൾ എന്തർത്ഥത്തിലാണ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതായത് 2021 നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1,73,205 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അതായത് 2025 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1,75,989 പേരും വോട്ട് ചെയ്തു. ഇനി 2021 UDF സ്ഥാനാർത്ഥി അതായത് VV പ്രകാശ് അന്ന് നേടിയത് 78,527 വോട്ടുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അതായത് 2025 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് നേടിയത് 77,737 വോട്ടുകളും. 2021 അപേക്ഷിച്ച് 2025 ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടുകൾ 3000-ഓളം കൂടിയിട്ടും UDF സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടത് 1000-നടുത്ത വോട്ടുകളാണ്. എന്നാൽ അതേസമയം LDF സ്ഥാനാർത്ഥിയായ PV അൻവർ 2021 നേടിയത് 81,227 വോട്ടുകളാണ്. ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നേടിയത് 66,660 വോട്ടുകളും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ 14,567 വോട്ടുകൾ വരും. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ 19,760 വോട്ടുകളായിരുന്നു നേടിയത് എന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2021 പാർട്ടി വോട്ടുകൾക്കൊപ്പം അൻവർ തൻ്റെ വ്യക്തിഗത വോട്ടുകൾ കൂടി നേടിയാണ് ലക്ഷ്യം പൂർത്തീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇത്തവണ PV അൻവർ UDFിൽ നിന്നും LDFിൽ നിന്നും വോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. മാത്രമല്ല UDFിന് BJP വോട്ട് മറിച്ച് കൊടുത്തു എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്നു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFിനായിരുന്നു എന്ന് അവരും പറയുന്നു. അങ്ങനെ ഒട്ടനവധി അനുകൂല സാഹചര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളേക്കാൾ 1000-ഓളം വോട്ടുകൾ കുറച്ചാണ് UDF ഇപ്പോൾ പിടിച്ചെടുത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം പറയാമല്ലോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയല്ല ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അക്കാര്യം ഉറപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചന ഒരുപക്ഷെ ഇനി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകാം. അതിനിനിയും 3-4 മാസങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ മാറ്റി നിർത്തിയാൽ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയിലെ വിജയങ്ങളൊക്കെ ഉറപ്പായും അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകളാകും. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വച്ചുകൊണ്ട് ഒരിക്കലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ സംസ്ഥാനത്തും വീണ്ടും ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വന്നേക്കുമെന്നുള്ള സൂചനകൾ മൊത്തത്തിൽ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പും ചിലപ്പോൾ പിണറായി തന്നെ നയിക്കും എന്നാണ് ഇടതുപക്ഷത്തു നിന്നുള്ള സൂചനകൾ നമ്മളോട് പറയുന്നത്. നയിക്കാം, നയിക്കാതെ ഇരിക്കാം. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. UDFിനെ ആര് നയിക്കുമെന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം UDF നേതാക്കൾ ആ വിജയത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കുന്ന കാര്യങ്ങളെടുത്ത് നോക്കിയാൽ UDFിനുള്ളിലെ ഒരു ചേർച്ചയില്ലായ്മ നമുക്ക് മനസ്സിലാകും. കുഞ്ഞാലിക്കുട്ടി, K മുരളീധരൻ എന്നിവർ മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി അഭിപ്രായങ്ങൾ പറഞ്ഞത്. ബാക്കി ആരെ എടുത്തു നോക്കിയാലും അവരെല്ലാം സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിയാകാൻ കാത്തിരിക്കുന്ന നേതാക്കളുടെ മനോഭാവത്തോടെയാണ്. 2019 നടന്ന അരൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഒത്തിരി കേരളീയർ കണ്ടതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രാധാന്യം അവർ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ശക്തി തെളിയിച്ചത് മുസ്ലിം ലീഗാണ്. നിലമ്പൂരിൽ UDFിന് 2 പ്രധാന വിജയഘടകങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലൊന്ന് അൻവറും മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗും. ഒന്നുകൂടി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നിലമ്പൂരിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ വിജയമാണ് എന്നുള്ളതാണ്. ലീഗ് എത്ര ശക്തമെന്ന് കോൺഗ്രസിനോട് പറയാതെ പറയുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ കുടുംബവുമായി കാലങ്ങളായി നിലനിൽക്കുന്ന വിദ്വേഷവും പകയും മനത്തിൽ വച്ചുകൊണ്ട് ലീഗ് ഒരുപക്ഷെ പെരുമാറിയിരുന്നെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയൊരു തോൽവി അവിടെ ഏറ്റുവാങ്ങുമായിരുന്നു എന്നുള്ള കാര്യം ഒട്ടും സംശയമില്ലാത്ത ഒന്നാണ്. എന്നാൽ 10 വർഷത്തോളമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFിന് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തിന് അധികാരം ലഭിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഈ മുന്നണി അവസാനിപ്പിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുകയായിരുന്നു. എല്ലാ വിദ്വേഷവും മാറ്റിവെച്ച് ഒരേ മനസ്സോടെ മുന്നോട്ടു പോകാമെന്ന് ലീഗ് ചിന്തിച്ചതും അതുകൊണ്ട് തന്നെയായിരിക്കും. മാത്രമല്ല ഇത് കോൺഗ്രസിന് നൽകുന്നൊരു വലിയ സൂചന കൂടിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDFിന് കേരളത്തിൽ അധികാരം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിൽ നിന്നായിരിക്കുമെന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ലീഗ് ഇവിടെ നൽകുന്നത്.
സ്വാഭാവികമായും ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവാണെങ്കിൽ അത് ലീഗ് ആയിരിക്കുമെന്ന് പറഞ്ഞത് എന്ന്, മുഖ്യമന്ത്രിയായി ലീഗിനെ എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന്. സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചാൽ മാത്രമേ കേരളത്തിൽ UDFന് അധികാരത്തിൽ വരാൻ പറ്റൂ. അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നത്. കാരണം അത്രത്തോളം സീറ്റുകൾ അവർ പിടിക്കണം, അവർക്കത് അവകാശപ്പെടാനുള്ള യോഗ്യതയും ഉണ്ടാകും എന്നർത്ഥം. എന്നാൽ കഴിഞ്ഞ തവണയും 2016 കണ്ടതുപോലെ കോൺഗ്രസ് തകർന്നാൽ UDFന് പ്രതിപക്ഷത്ത് മാത്രമേ ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സംഭവിച്ചാൽ ആ പ്രതിപക്ഷ നേതാവ് ലീഗ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് തകർന്ന് തരിപ്പണമായപ്പോൾ ലീഗ് അവരുടെ സീറ്റിൽ വലിയ കുറവ് വരുത്താതെ UDFനെ കരകയറ്റിയവരാണ്. ഇത്തവണയും അവരുടെ ഭാഗം ക്ലിയർ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വന്നത് തികച്ചും UDF അനുകൂലമായ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു വിജയം, അത് മാർക്സിസ്റ്റ് പാർട്ടി വോട്ടുകളിൽ ഒട്ടും ചോർച്ചയുണ്ടാകാത്ത ഒരു വിജയം 2026 തെരഞ്ഞെടുപ്പിൽ UDFന്റെ തിരിച്ചുവരവാണെന്ന് ഒരിക്കലും കരുതാൻ വയ്യ എന്നു തന്നെയാണ്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഏത് രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകൾ. നിലമ്പൂർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലബാറിൽ ലീഗ് ആധിപത്യം സ്ഥാപിച്ചാലും മറ്റിടങ്ങളിൽ കോൺഗ്രസ് എത്രത്തോളം മുന്നേറുമെന്നുള്ളതായിരിക്കും 2026 UDF നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.